നമസ്കാരം. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സർക്കാരും ഗവർണറും തമ്മിൽ കൊമ്പ് കോർക്കുന്ന മുഖ്യ വിഷയം സർവകലാശാല നിയമവും സർവകലാശാല സംബന്ധിച്ച കാര്യങ്ങളുമായിരിക്കും. സർക്കാരിന് ഇഷ്ടപ്പെട്ടവരെ സർവകലാശാലയുടെ VC ആയിട്ട് നിയമിക്കും. അതോടൊപ്പം തന്നെ അധ്യാപകരെ മതിയായ യോഗ്യതയില്ലാതെ സർക്കാർ നിയമിക്കുമ്പോഴാണ് ഗവർണറും രാജ്ഭവനുമായിട്ട് ഒരു തല്ലിലെത്തുന്നത്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനേക്കാളും പുതിയ ഗവർണർ ആർലേക്കറോട് പിണറായി വിജയന് ഭയമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഗവർണർ ഒന്ന് ഫോൺ വിളിച്ചതും ഇന്നത്തെ UGCക്കെതിരെ നടക്കുന്ന സമരത്തിന്റെ തലക്കെട്ട് ഉൾപ്പെടെ മാറ്റുകയും ചെയ്തു. അവസാനം അർദ്ധരാത്രിയോടെ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി UGCക്ക് എതിരെ സർക്കുലർ തിരുത്തി അയച്ചു. യൂണിവേഴ്സിറ്റികളിൽ ഗവർണർക്ക് അമിത അധികാരം നൽകുന്ന UGC കരട് നയത്തിനെതിരായി നാളെ സർക്കാർ നടത്തുന്ന കൺവെൻഷന്റെ വിവാദത്തിലാണ് ഒരു മാറ്റമുണ്ടായത്. UGCക്കെതിരായ ദേശീയതല സമര പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കാനാണ് കൺവെൻഷൻ. നിയമസഭയിൽ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ 1200 പേരെ പങ്കെടുപ്പിക്കാനാണ് തീരുമാനം. കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്കും അധ്യാപകർക്കും ഡ്യൂട്ടി ലീവും സർട്ടിഫിക്കറ്റും നൽകാനുള്ള സർക്കാർ ഉത്തരവാണ് വിവാദത്തിലായത്. വിദ്യാർത്ഥികൾക്ക് ഹാജരും നൽകും. പങ്കെടുപ്പിക്കുന്നവരുടെ ചെലവുകൾ സർവകലാശാല വഹിക്കണം. ഇതിനെതിരെ കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമൽ ഗവർണർക്ക് പരാതി നൽകിയതോടെയാണ് വിഷയം വേറെ തലത്തിലേക്ക് മാറിയത്. ഓഡിറ്റ് ഉള്ളതിനാൽ സമരത്തിന് പോകുന്നവർക്ക് ചെലവ് നൽകിയാൽ കുഴപ്പമാവുമെന്നാണ് യൂണിവേഴ്സിറ്റിയുടെ വിലയിരുത്തൽ. കേരള സാങ്കേതിക സർവകലാശാലകളുടെ ഭരണ നേതൃത്വം, അധ്യാപകർ, ജീവനക്കാർ, വിദ്യാർത്ഥികൾ, ഗവേഷകർ എന്നിവർ പങ്കെടുക്കണം. പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈനായി നൽകും. ഇത് ഹാജരാകുന്നവർക്കാണ് ഡ്യൂട്ടി ലീവും ഹാജരും ലഭിക്കുക. കൺവെൻഷനിലെ ചെലവുകൾ അതാത് സ്ഥാപനങ്ങൾ വഹിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. UGCയുടെ കരുണ നയത്തിനെതിരായി സർക്കാരിന്റെ ദേശീയ കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി R ബിന്ദു അധ്യക്ഷയാവും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ഡോക്ടർ MC സുധാകരൻ, ഡോക്ടർ ഗോവി ചെറിയാൻ, ഹർജോത് സിംഗ് ബെയിൻ, തെലങ്കാന IT മന്ത്രി D ശ്രീധർ ബാബു എന്നിവരാണ് വിശിഷ്ട അതിഥികൾ. മറ്റ് സംസ്ഥാനങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം 1200 പേർ പങ്കെടുക്കും. UGC കരട് നയത്തിനെതിരെ ഇന്ന് സർക്കാർ നടത്തുന്ന കൺവെൻഷനുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ ഗവർണർ ഇടപെട്ടതോടെ സർക്കാർ തിരുത്തി. പിൻവലിക്കാനാണ് ഇന്നലെ രാവിലെ ഗവർണർ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടത്. നയത്തിനെതിരെയുള്ളതായിട്ടും പങ്കെടുക്കുന്നവർക്ക് ഡ്യൂട്ടി ലീവും ഹാജരും നൽകണമെന്നും ചെലവ് സ്ഥാപനങ്ങൾ വഹിക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗവർണറുടെ അനിഷ്ടത്തിനും അതിർത്തുവയ്ക്കും ഇടയായത്. അന്യ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരടക്കം എത്തുന്ന കൺവെൻഷൻ ഇന്ന് നിയമസഭാ ഹാളിൽ നടക്കുകയാണ്. ഗവർണറുടെ അഭിപ്രായത്തോട് യോജിച്ച മുഖ്യമന്ത്രി സർക്കുലർ പിൻവലിക്കാമെന്ന് അറിയിപ്പ് നൽകി. പിന്നാലെ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇഷിത റോയ് ഗവർണറെ ഫോണിൽ വിളിച്ച് സർക്കുലർ പിൻവലിക്കുമെന്ന് അറിയിച്ചു. എന്നാൽ രാത്രി വൈകി സർക്കുലർ തിരുത്തി പുതിയതായിട്ട് ഇറക്കി. സർക്കുലറിലെ വിഷയമെന്നത് ഭാഗം തിരുത്തൽ വരുത്തി. അതായത് UGC കരട് നയത്തോട് വിയോജിക്കുന്ന വൈസ് ചാൻസലർമാർ മാത്രം കൺവെൻഷനിൽ പങ്കെടുത്താൽ മതിയെന്ന് ഗവർണർ അനൗദ്യോഗികമായി നിർദ്ദേശം നൽകുകയും ചെയ്തു. നേരത്തെ VCമാർ പങ്കെടുക്കുന്നതിൽ എതിർപ്പില്ല എന്ന് ഗവർണർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ UGC നിർദ്ദേശിച്ച പ്രകാരം കരട് നയത്തിലെ അഭിപ്രായ സമന്വയമുണ്ടാക്കുന്നതിനുള്ള ചർച്ചയാണ് സർക്കാരിന്റെ വാദം. ഗവർണർ ആർലേക്കറുടെ ഒറ്റ ഫോൺ കോളിൽ അർദ്ധരാത്രി ഒഴിവാക്കിയ ഭാഗങ്ങൾ ഇതൊക്കെയാണ്. അതായത് UGC റെഗുലേഷന്റെ കരടിനെതിരെ സംഘടിപ്പിക്കുന്ന ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ എന്നായിരുന്നു ആദ്യം രേഖപ്പെടുത്തിയത്. പുതിയതിൽ UGC റെഗുലേഷൻ ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ സംബന്ധിച്ച് എന്നാക്കി മാറ്റി. സർവകലാശാലകളും സ്ഥാപനങ്ങളും പങ്കെടുപ്പിക്കേണ്ടവരുടെ കോട്ടയും സർക്കുലറിലുണ്ടായിരുന്നു. അതും ഒഴിവാക്കി. എന്നാൽ ഡ്യൂട്ടി ലീവും ഹാജരും നൽകണമെന്നും ചെലവ് സ്ഥാപനങ്ങൾ വഹിക്കണമെന്നും പുതിയ സർക്കുലറിലും നിർദ്ദേശിച്ചിട്ടുണ്ട്. പങ്കെടുക്കുന്നവർക്ക് കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈനായി സർട്ടിഫിക്കറ്റ് നൽകും. 400 പ്രതിനിധികളെ കേരള സർവകലാശാലയിൽ നിന്നും പങ്കെടുപ്പിക്കണമെന്നും ഇവർക്ക് ചെലവും ലീവും അടക്കം അനുവദിക്കണമെന്നുമുള്ള സർക്കുലറിനെതിരെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേലാണ് ഗവർണർക്ക് പരാതി നൽകിയത്. എന്തായാലും വീണ്ടും ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒരു അടിക്കുള്ള കോളാണ് വരുന്നത്. അതായത് എല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ഉള്ളത്. സർവകലാശാലയുടെ താക്കോൽ സ്ഥാനം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലേക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UGCക്കെതിരെ ഒരു കരട് നിയമമാണ് പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ ശങ്കരതമ്പി ഹാളിൽ ഇന്ന് ഒരു പ്രസംഗം നടത്തിയത്. പക്ഷേ അതെല്ലാം വരും ദിവസങ്ങളിൽ സർക്കാരും പുതിയ ഗവർണറും തമ്മിൽ വലിയൊരു യുദ്ധത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.